നമസ്കാരം. കേരളത്തിൽ നിന്നും പഴനി, മധുരൈ, ഏർവാടി, രാമേശ്വരം പോകാൻ ഇതാ പുതിയൊരു ട്രെയിൻ കൂടി വന്നിരിക്കുകയാണ്. ഇന്ന് മാർച്ച് മാസം 14 തീയതിയാണ്. ഇന്ന് മുതലാണ് ഈ ട്രെയിനിന്റെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ റൺ. മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ശനിയാഴ്ചയും രാത്രി 7:30 രാമേശ്വരത്തേക്ക് പോകുന്ന എക്സ്പ്രസിനാണ് ഇന്നത്തെ യാത്ര. ഞങ്ങളിപ്പോൾ ഉള്ളത് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലാണ്. രാമേശ്വരം എക്സ്പ്രസിന് മുഴുവൻ യാത്രയും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നേരെ ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രെയിൻ കയറി മംഗളൂരുവിലേക്ക് പോവുകയാണ്. ഇപ്പോൾ 2:30 കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുന്ന് 3:15 ട്രെയിൻ ഉള്ളത്. നീലേശ്വരം റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ കുറച്ച് വികസനമൊക്കെ നല്ല രീതിയിൽ വരികയാണ്. നമ്മുടെ മംഗളൂരു, നാഗർകോവിൽ, അമൃത് ഭാരത് എക്സ്പ്രസിനൊക്കെ ഇവിടെ ഇപ്പോൾ സ്റ്റോപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മലയോര ജനതയ്ക്ക് വളരെയധികം ആശ്വാസം തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അർഹിച്ച ഒരു സ്റ്റോപ്പ് തന്നെയാണ്. ഇനിയിപ്പോൾ മംഗളൂരുവിലേക്ക് പോകാനുള്ള ട്രെയിൻ വരട്ടെ. പോകാനുള്ള ട്രെയിൻ ഇതാ കടന്നു വരികയാണ്. തിരുവനന്തപുരം, മംഗളൂരു, ഏർനാട് എക്സ്പ്രസ്. ഈ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ മംഗലാപുരം എത്തിയതിനു ശേഷം കാണാം. ഒരു 1.5 മണിക്കൂറിലധികം യാത്രയുണ്ട്. 5:30 ഞങ്ങളിപ്പോൾ മംഗളൂരു സെൻട്രലിലെത്തി. ഞങ്ങൾ വന്നത് D1 കോച്ചിലാണ്. ആ കോച്ചിൽ നിന്ന് ഒരു ഫോൺ ഞങ്ങൾക്ക് കിട്ടി. കോച്ചിൻ്റെ അവിടെ വെച്ചിട്ട് പോകുന്നത് ശരിയല്ലല്ലോ, വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ RPFന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇതിനിപ്പോൾ അവിടെ ഏൽപ്പിക്കാം. ഞങ്ങളിവിടെ ഫോൺ റെയിൽവേ പോലീസിനെ ഏൽപ്പിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അവർ നോക്കിക്കോളും. ട്രെയിനിൽ നിന്ന് ഫോൺ എടുത്ത് RPFനെ ഏൽപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, അത് ഞങ്ങൾ എടുത്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ ഒരു ഫോൺ എടുത്ത് കൊണ്ടുപോകും. പിന്നെ ആ ഒരു ഫോൺ കിട്ടുകയില്ല ഒരിക്കലും. കാരണം സിമ്മൂരി കളഞ്ഞാൽ മാത്രം പോരെ. ശരിക്കും പറഞ്ഞാൽ ഒരു ഫോൺ നഷ്ടപ്പെട്ട ആ ഒരു വേദന നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞേ ഉള്ളൂ. കാരണം വെച്ചാൽ അവരുടെ ഒരുപാട് എന്താ പറയുക പേഴ്സണൽ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവുമല്ലോ. സംഭവം ലോക്കഡാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, നേരെ ഇവിടെ നമ്മൾ രണ്ടുപേരും കൊണ്ടു കൊടുത്തു. അപ്പോൾ അവിടെ RPF നമ്മുടെ കോൺടാക്ട് നമ്പറൊക്കെ എഴുതിയിട്ട് എനിക്ക് വേറെ ഉടമാസം വരുമ്പോൾ നമ്മളെന്തായാലും വിളിക്കുമല്ലോ. വേറൊന്നും പറഞ്ഞിട്ട് നല്ലൊരു കാര്യം തന്നെയാണ്. എന്താ പറയുക, ഈ നഷ്ടപ്പെട്ട സമയത്ത് ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അതെ. പിന്നെ ഞങ്ങളിപ്പോൾ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു ഉപകാരമാവുമല്ലോ. മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടുന്ന് നേരിട്ട് കൊല്ലൂരിലേക്ക് ബസ്സൊക്കെ കിട്ടും. ഇതേ ഈ ബസ് കൊല്ലൂരിലേക്കാണ്. പിന്നെ ഇവിടെയാണ് 2 വീലർ പാർക്കിങ്. ഓട്ടോ സ്റ്റാൻഡ് ഇതാ ഇവിടെയാണ്. ഇപ്പോൾ 6 മണിയാവാനായി. നോമ്പ് തുറ ആകാനാവുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് കയറാം. ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ട്രെയിനിൽ നിന്ന് പുറപ്പെടുക എന്ന് ഇതുവരെയും റെഡി ആയിട്ടില്ല. എനിക്ക് തോന്നുന്നത് മിക്കവാറും 1 ആകാനാണ് സാധ്യത. 6 മണിയായി. ഇതാ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 1 റിവേഴ്സ് ചെയ്ത് വരികയാണ്. മംഗളൂരു സെൻട്രൽ രാമേശ്വരം വീക്ക്ലി എക്സ്പ്രസ്. ട്രെയിൻ നമ്പർ 166-22. അടിപൊളി ബോർഡൊക്കെ തന്നെയാണ്. 2026 മേഡ് കോച്ചാണിത്. ഇതും 2026 തന്നെയാണ്. പുറകിൽ 2 ഉള്ളത് അൺറിസർവ്ഡ്. മുന്നിലും 2 തന്നെയാണ്. മലയാളത്തിലും ഉണ്ട് ബോർഡ്. 2 സെക്കൻഡ് AC ആണുള്ളത്. എല്ലാം പുതിയ കോച്ചുകൾ തന്നെയാണ്. തേർഡ് AC 6 ഉണ്ട്. സ്ലീപ്പർ ക്ലാസ് 6. നമ്മൾ വന്ന സമയം നല്ല തന്നെയാണ്. പുറത്തുപോയി ഇങ്ങോട്ട് കയറുന്ന സമയത്ത് തന്നെ വണ്ടിയുടെ റിവേഴ്സ് കിട്ടി. ഒരുപാട് നേരത്തെ തന്നെ വണ്ടി പ്ലാറ്റ്ഫോമിൽ എത്തിയെന്ന് തന്നെ പറയാം. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് സ്ലീപ്പർ ക്ലാസ്സിലാണ്. S3. അത് മിക്കവാറും ഈ ഒരു ഭാഗത്തായിരിക്കും. കോച്ച് പൊസിഷനൊന്നും ശരിക്കും ഇവിടെ നോക്കിയില്ല. ഈ ഒരു കോച്ച് 2022 ഇത് 2020 B6. കുറച്ച് നല്ല പഴക്കമുണ്ട്. S1 ഒക്കെ 2026. എല്ലാം നല്ല തന്നെ പറയാം. കാരണം ഒന്നും മോശമായിട്ട് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല ഇതിൽ. 2026. S3 നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ചും 2026 തന്നെയാണ്.
ഇതും 2026 തന്നെയാണ്. ഇതൊക്കെ നോർത്തേൺ റെയിൽവേൻ്റെ കോച്ച് എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. മിക്കവാറും അതൊക്കെ മാറ്റുമായിരിക്കും. S5 ഇതും 2026 തന്നെയാണ്. മംഗളൂരു രാമേശ്വരം മലയാളം. ഇതും 2026 തന്നെയാണ്. ഇനി ഈ മുന്നിലത്തെ ഒരു 2 അൺറിസേർവ്ഡ് കോച്ചും ഉണ്ടല്ലോ, അതും അതെ പുതിയത് തന്നെയാണ്. പിന്നെ ഇതൊന്നും ഇതുവരെ ഓപ്പൺ ആയിട്ടൊന്നുമില്ല. 2026 കോച്ചുകളൊക്കെ മിക്സിംഗ് ആണ്. ഇത് SCൻ്റെ കോച്ച് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഇതാ ആ ഒരു മുന്നിലത്തെ അൺറിസേർവ്ഡ് കോച്ച് 2026. ഇനി കുറച്ചും കൂടെ പുറകിലോട്ട് എടുക്കാനുണ്ട്. സ്റ്റേഷൻ്റെ കോഡ് MAQ എന്നാണ്. അപ്പോൾ ഓൾറെഡി ലോക്കോ ഘടിപ്പിച്ചു കേട്ടോ. അത് നോക്കാം ഏതാന്ന്. ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ WAP4 ആണ് ലോക്കോമോട്ടീവ്. പിന്നെ ഈ മുന്നിൽ തന്നെയുള്ള നെയിം ബോർഡില്ലേ, ഇതിൽ മലയാളം ഒഴികെ ബാക്കിയെല്ലാ ഭാഷയുണ്ട്. ഈ ബോർഡ് എന്തായാലും മാറ്റും, കാരണം ഇത് ഇനാഗുറൽ സ്പെഷ്യലിൻ്റെ ഒരു ബോർഡാണ്. അത് ജസ്റ്റ് ഒന്ന് ആക്കി വെച്ചെന്നേ ഉള്ളൂ. അതെന്തായാലും ഉറപ്പായിട്ടും മാറ്റും. ഇവിടെ മംഗളൂരുവിൻ്റെ ഇവിടെ മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും ഇവിടെയുള്ളത് രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ ഒരു ഫോട്ടോയാണ്. ഇനിയിപ്പോൾ നേരെ നമ്മുടെ കോച്ചിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഇവിടെ അൺറിസേർവ്ഡിൽ കയറാൻ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ അൺറിസേർവ്ഡ് ഒന്നും ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. പിന്നെ ഇതിൽ ലേഡീസ് ഓൺലി കോച്ചും കൂടെ കാണാം. അത് ഈ ഒരു മുന്നിലത്തെ അൺറിസേർവ്ഡ് കഴിഞ്ഞ ഉടനെ തന്നെ കാണുന്ന ഈ ഒരു കോച്ചാണ്. S6ൻ്റെ ഇവിടെ ഒരു മലയാളം ബോർഡ് കാണാം. പിന്നെ ഞാൻ അവിടെ നിന്ന് വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ, ഇത് ക്യൂ ആണ്. ഞാൻ വിചാരിച്ചു എല്ലാവരും ഈ ഒരു ട്രെയിനിൽ കയറാനുള്ളവരാണെന്ന്. ഇന്നൊരു ശനിയാഴ്ചയാണ്. ഇത് കൊൽക്കത്ത ഭാഗത്തേക്ക് പോകുന്ന വിവേക് എക്സ്പ്രസ്സിൽ കയറാനുള്ള ആൾക്കാരാണ്. ഇവരിപ്പോഴേ ഇവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങി. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന S3 കോച്ചിലേക്ക് കയറി, പക്ഷേ ഇതുവരെ ലേറ്റൊന്നും വന്നിട്ടില്ല. അതെന്തായാലും കുറച്ച് സമയമെടുക്കും. ഞങ്ങളുടെ ബെർത്തുകൾ ഇവിടെയാണ്. 62 ഒരു അപ്പർ ബെർത്ത്, 59 മറ്റൊരു അപ്പർ ബെർത്ത്. അത്യാവശ്യം നല്ലൊരു കിട്ടിലൻ കോച്ച് തന്നെയാണല്ലോ കിട്ടിയത്. ഇനിയിപ്പോൾ ലേറ്റൊക്കെ വരട്ടെ. 7 മണിയായി. ഇപ്പോഴാണ് കോച്ചിൻ്റെ അകത്ത് ലേറ്റൊക്കെ വന്നത്. അതായത് പുറപ്പെടുന്നതിൻ്റെ അരമണിക്കൂർ മുന്നെയാണ് അതൊക്കെ ഓണാക്കുക. ഈ കയറി വരുന്ന ഇവിടെ തന്നെയാണ് നല്ല അടിപൊളി വാഷേരി ഉള്ളത്. ഇതിപ്പോൾ ഇതിൻ്റെ ആദ്യ ഓട്ടമായതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് വിചാരിക്കണ്ട. ഈ നമ്മുടെ റൂട്ടിലൂടെ ഓടുന്ന എല്ലാ ട്രെയിനിൻ്റെയും വാഷേരിയൊക്കെ അടിപൊളിയാണ്. ടോയ്ലറ്റിൻ്റെ ഭാഗത്തേക്കൊക്കെ പോവാം. കോച്ചിൻ്റെ അകത്ത് ലൈറ്റൊക്കെ അട്ടപ്പ കാണുന്നൊരു കാഴ്ച കണ്ട. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ കാണുന്ന ഒരു കോച്ചിൻ്റെ അകത്തെ വൃത്തിയും ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ തന്നെ ഇനി വരും ദിവസങ്ങളിലും ഉണ്ടായാൽ മാത്രം മതി. നമ്മുടേത് പിന്നെ അങ്ങാറ്റത്താണ്, ആൾക്കാരൊക്കെ കയറി വരുന്നതേ ഉള്ളൂ. ബെർത്തുകളുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു മിറർ കാണാം. പിന്നെ ഈ ചാർജിങ് പോയിന്റിൻ്റെ ഇതൊക്കെ ടോട്ടൽ അപ്ഡേറ്റ് ആയി. C ടൈപ്പും USB കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടാണ് ഇവിടെ. പിന്നെ ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് 3 പിൻ കണക്ട് ചെയ്യാം. ഇവിടെയും ആ ഒരു USB-യും C ടൈപ്പും കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത്യാവശ്യം പൊടിയൊന്നുമില്ലതാ, നല്ല അടിപൊളി ബെർത്ത് തന്നെയാണ്. സൈഡിൽ സൈഡ് അപ്പറിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇതാ ഇവിടെയാണ് ചാർജിങ് പോയിന്റുകളൊക്കെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഇതിനകത്ത് കയറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂടനാണ് മെയിൻ വിഷയം. ഇനി നമുക്ക് ടിക്കറ്റ് ചാർജിന്റെ കാര്യത്തിലേക്ക് വരാം. മംഗളൂരു നിന്ന് രാമേശ്വരം വരെ സ്ലീപ്പർ ക്ലാസ്സിൽ 425 രൂപയും, തേർഡ് AC-യിൽ 1125 രൂപയും, സെക്കൻഡ് AC-യിൽ 1590 രൂപയാണ് ആവുക. കൂടാതെ തന്നെ ഇതിന്റെ ടൈമിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമുണ്ട്. അത് പറയാതെ വയ്യാന്ന് പറയാം. കാരണം വെച്ചാൽ ഈ ട്രെയിൻ ഓടി തുടങ്ങുന്നതിന് മുന്നേ, കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ വന്ന ഒരു സംഭവമാണ്. ഈ ട്രെയിൻ മംഗളൂരു വിട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ്, അതായത് കണ്ണൂരോ കോഴിക്കോടോ ഷൊർണൂരോ എവിടെയും നിർത്തൂല. അടുത്ത സ്റ്റോപ്പ് 350 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പാലക്കാട് ജംഗ്ഷനിൽ മാത്രമേ ഉള്ളൂ. എല്ലാവരും എന്താ പറയുക, പക്ക ഫേക്ക് ന്യൂസ് കൂടിയാണ്, വിവാദപരമായ കാര്യം കൂടിയാണ്. എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ പോലും അറിയാതാണ് ഈ സംഭവം ഫേക്ക് ആയിട്ട് അത് പഠിച്ചു വിട്ടത്. ഇതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചാൽ നമ്മുടെ അമൃത എക്സ്പ്രസ് ഇല്ലേ, തിരുവനന്തപുരത്ത് നിന്ന് മധുര വരെ പോയ വണ്ടി, ആ വണ്ടി മധുരയിൽ നിന്ന് രാമേശ്വരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത സമയം, അതായത് എനിക്ക് തോന്നുന്നു ഒരു 6 മാസം കണ്ടായി. ആ സമയം മുതൽ തന്നെ വേർ ഈസ് മൈ ട്രെയിനിൽ കാണിക്കുന്ന ഒരു ടൈം ടേബിളാണ് ഈ പറയുന്ന മംഗലാപുരം രാമേശ്വരം വണ്ടി ഓടി തുടങ്ങുമ്പോൾ ആ ഒരു ടൈമിങ്. അന്ന് ആരും അത് ശ്രദ്ധിച്ചില്ല. ഇത് ഓടി തുടങ്ങാൻ വരുന്ന ആ സമയത്താണല്ലോ ഇത് എല്ലാവർക്കും വരുന്നത്. ആരോ നോക്കി, ആരോ അത് പഠിച്ചു വിട്ടു, എല്ലാവരും അത് ഏറ്റെടുത്തു, കൂട്ടത്തോടെ ഫേക്ക് ആക്കി. ഈ കാര്യങ്ങൾ അന്നേ പറയണമെന്ന് നമ്മൾ വിചാരിച്ചാണ്. ഇപ്പോഴാണ് അതിനൊരു സമയം കണ്ടത്.
ഇത് ഞാൻ പറയല്ലേ, ഏതെങ്കിലും ഒരു ഫേക്ക് കിട്ടിയാൽ അത് സത്യാവസ്ഥ പോലും നോക്കാതെയാണ് ആളുകൾ പഠിച്ചുകൊടുക്കുന്നത്. അത് മെയിനായിട്ട് സാധാരണ ആൾക്കാരല്ല, ഇത് മെയിനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ തന്നെ വിടുമ്പോൾ നമുക്ക് എന്തൊക്കെ തോന്നുന്നത്. 7:30 മംഗളൂരു സെൻട്രലിൽ നിന്ന് ട്രെയിൻ എടുത്തു. കേരളത്തിൽ ഈ ട്രെയിൻ ആകെ 6 സ്റ്റോപ്പുകളേ ഉള്ളൂ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, പാലക്കാട്. പിന്നെ നബി നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു സ്റ്റോപ്പിന്റെ കാര്യം, ശരിക്കും പറഞ്ഞാൽ ഒരു ലോജിക്കും ഇല്ലാതെ ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക. എത്ര ആൾക്കാർ കാണുന്നതാണ് അതൊക്കെ. പിന്നെ ഇവിടെ നേരത്തെ ക്യൂവിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇവർക്ക് 11 മണിക്കേ വണ്ടിയുള്ളൂ. ഇത്ര നേരത്തെ ഇവർ വന്നിവിടെ ഇതാ ഇരിക്കുകയാണ്. പിന്നെ ഈ നമ്മുടെ രാമേശ്വരം എക്സ്പ്രസ് ഇല്ലേ, അതിന്റെ അനൗൺസ്മെന്റ് ഒന്നും സെറ്റ് ആയിട്ടില്ല. നമ്പർ മാത്രമേ ഇവിടുന്ന് പറയുന്നുള്ളൂ. ഇനി അടുത്ത സ്റ്റോപ്പ് കാസർഗോഡ്. ഈ കാണുന്ന ട്രെയിനില്ലേ, ഇതാണ് മുരുടേശ്വർ കാച്ചിഗുഡ എക്സ്പ്രസ്, ഹൈദരാബാദിലേക്ക് പോകുന്ന വണ്ടി. പിന്നെ ഇവിടെ ഇപ്പം കണ്ണൂർ KSR ബംഗളൂരു എക്സ്പ്രസ് വരും. അത് കോഴിക്കോടേക്ക് നീട്ടിയല്ലോ. ഇതെനിക്ക് തോന്നുന്നു വെസ്റ്റ് കോസ്റ്റ് ആണെന്നാണ്, രാത്രി ഇവിടുന്ന് ചെന്നൈയിലേക്ക് പുറപ്പെടാനുള്ള വണ്ടി. മംഗലാപുരം വിട്ടതിന് ശേഷം നമ്മുടെ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ അകത്തൊരു കാഴ്ചയാണ്. ഇപ്പം പല ബെർത്തുകളും വേക്കൻ്റ് ആണ്. എന്തായാലും കോഴിക്കോട് എത്തണം ഇതിൻ്റെ അകത്ത് ആൾക്കാരൊക്കെ പിന്നെയും വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെ തന്നെ ഓൾറെഡി പറഞ്ഞാണല്ലോ, ഇവിടുത്തെ ഒരു വൃത്തിയൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് ടോട്ടലി എത്ര ബെർത്തുകളാണെന്നൊക്കെ പറഞ്ഞ് എഴുതിയതൊക്കെ ഇവിടെ കാണാം. പിന്നെ ഈ ഒരു കോച്ച് ഉണ്ടാക്കിയത് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിൽ നിന്നാണ്. ഇനി ഇവിടെ ഈ 2 ഭാഗത്തെയും ടോയ്ലറ്റിൻ്റെ ഈ ഒരു കാഴ്ച ഇതാ അത്യാവശ്യം നല്ല വൃത്തിയാണ്. ഇനിയിപ്പം ഈ ഒരു ഭാഗത്തേക്ക് കയറാം. ഇത് ഇന്ത്യൻ ടൈപ്പ് ടോയ്ലറ്റാണ്, നല്ല വൃത്തിയാണ് ഇതിൻ്റെ അകത്ത്, വീണ്ടും പറയുകയാണ്. പിന്നെ ഇവിടെ ഒരു കാർപ്പറ്റൊക്കെ ഇതാ വിരിച്ചിരിക്കുന്നത് കാണാം. നേത്രാവതി നദി അങ്ങ് അതിലൂടെയാണ് റോഡ്. രാത്രിക്കുള്ള ഭക്ഷണം കഴിക്കുവാണേ. വീട്ടിൽ നിന്ന് അമ്മ ഞങ്ങൾക്ക് വേണ്ടി വാഴയിലയിലാണ് ഊണൊക്കെ ആക്കി തന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പുളിശ്ശേരിയാണ് കേട്ടുള്ളത്. 8:13 ട്രെയിൻ ഇപ്പോൾ ഇതാ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ 1 മിനിറ്റാണ് ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇവിടുന്ന് അൺറിസർവിലേക്ക് കയറാൻ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നല്ല അടിപൊളി സ്റ്റേഷനായി മാറിയല്ലോ. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട സ്റ്റേഷനാണിത്. പ്ലാറ്റ്ഫോമിൻ്റെ ഈ ഭാഗത്തെ വൃത്തിയൊക്കെ കണ്ട എന്ത് അടിപൊളിയല്ലേ, ആകെ മൊത്തത്തിൽ മാറി. ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പിനുള്ളത് കണ്ണൂരാണ്. അതിനിടയിൽ കാഞ്ഞങ്ങാട്, പയ്യന്നൂർ അവിടെയൊന്നും സ്റ്റോപ്പില്ല. നമ്മുടെ ആദ്യം അമൃത് ഭാരത് എക്സ്പ്രസ് ഓടിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ് ഭാവിയിൽ ഇനിയിപ്പോൾ അവിടെയൊക്കെ സ്റ്റോപ്പ് വന്നേക്കാം. ട്രെയിൻ ഇതാ കാഞ്ഞങ്ങാട് സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. കാസർഗോഡ് ജില്ലയിലെ 2ാമത്തെ വലിയ നഗരമാണ് കാഞ്ഞങ്ങാട്. ട്രെയിൻ ഇപ്പോൾ 110 പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നീലേശ്വരത്ത് ഇപ്പോൾ ചെറുവത്തൂർ ഭാഗത്തേക്ക്. എന്തായാലും ട്രെയിനിൻ്റെ സ്പീഡൊക്കെ ഓക്കെ തന്നെയാണ്, ഒരു ലാഗ് എവിടെയും ഇല്ല. ട്രെയിൻ ഇപ്പോൾ പയ്യന്നൂരിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ ഇനി വരാനുള്ള വണ്ടി മുരുടേശ്വർ കാച്ചിഗുഡയാണ്. ട്രെയിൻ ഇപ്പോൾ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയേ. ഇവിടെ സ്ലോ ആവാൻ കാരണം ഇതിൻ്റെ തൊട്ട് മുന്നിൽ മംഗളൂരു
തിരുവനന്തപുരം മലബാർ എക്സ്പ്രസ് ഉണ്ട്. അത് കണ്ണൂർ എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ അതുള്ളത് കൊണ്ടാണ് ഇതിപ്പോൾ ഇവിടെ ഇത്ര സ്ലോ ആയത്. മിക്കവാറും ഇവിടെ നിർത്തും ഇത്. അങ്ങനെ കണ്ണൂരെത്തി 9:19. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത്. ഇവിടെ 3 മിനിറ്റ് ഉണ്ട് ട്രെയിൻ സ്റ്റോപ്പ്. ഇപ്പം മലബാർ പോയതല്ലേ ഉള്ളൂ, വലിയ തിരക്കില്ല. കണ്ണൂരിൽ നിന്ന് ഈ കോച്ചിലേക്ക് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കയറാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് കോഴിക്കോടാണ്. ട്രെയിൻ ഇപ്പോൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. വളരെ സ്ലോ ആണ്. മാഹിയിലെത്തിയതേ ഉള്ളൂ മലബാർ, അതുകൊണ്ടാണ്. ഷൊർണൂരിൽ ആദ്യം എത്തേണ്ടത് ഈ ട്രെയിനാണ്. അതിനെ എവിടെയെങ്കിലും വെച്ച് ഓവർടേക്ക് ചെയ്യുമായിരിക്കും. ഇവിടെ നിർത്തുന്നൊരു ലക്ഷണം കാണുന്നുണ്ട്. തലശ്ശേരിയിൽ വണ്ടി നിർത്തിയ സമയത്ത് തന്നെ അണ്ടർസോണിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് പേര് ഓടിപ്പോകുന്നതുണ്ടോ, കയറാൻ തന്നെയാണ്. ട്രെയിൻ ഇപ്പോൾ മാഹിയിലെത്തി. ഇവിടെയും ട്രെയിൻ നിർത്തിയിരുന്നു. നല്ല മഴയാണിപ്പോൾ. ഈ ചൂടത്തൊരു മഴ കിട്ടിയൊരു ആശ്വാസമായി. രാത്രിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങും. നല്ല മഴ തന്നെയാണ്. വടകര സ്റ്റേഷൻ ഇങ്ങനെ ഇതാ സ്കിപ്പ് ചെയ്യുകയാണ്. ഇവിടെ നിർത്തുമോ? വടകര റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. ഇതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ മലബാറുണ്ട്. അതിനെ ഓവർടേക്ക് ചെയ്താൽ മാത്രമേ ഇതിന് കയറി പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ തന്നെയാണ്. പാർക്കിങ്ങൊക്കെ ഇതാ ഈ ഒരു ഭാഗത്താണ്. അത്യാവശ്യം നല്ലൊരു സ്റ്റേഷൻ തന്നെയാണിത്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട സ്റ്റേഷൻ കൂടിയാണിത്. 10:57 ട്രെയിൻ ഇതാ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത്. ട്രെയിൻ ഇപ്പോൾ കുറച്ച് ഡിലേ ആണ്. ഇപ്പോൾ ഇവിടുന്ന് കയറാനുള്ള ആൾക്കാരുടെ തിരക്ക് കാണാം. ഈ ട്രെയിനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറുക ഇവിടുന്ന് തന്നെയാണ്. നിലവിലിപ്പോൾ ഈ ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് ഒന്നും റെഡി ആയിട്ടില്ല, അതാണ്. ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് ഇനി തിരൂരാണ്. അത് കഴിഞ്ഞ് ഷൊർണൂർ, പാലക്കാട് എത്തിയതിനു ശേഷം ലോക്കോ റിവേഴ്സിലൊക്കെ ഉണ്ട്. ഇന്ന് രാത്രിക്കത്തെ കാഴ്ചകൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി നാളെ രാവിലെ മുതൽ കാണാം. രാവിലെ 5:13 ഇപ്പോൾ പഴനി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തി. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേരിതാ ഇവിടെ വന്നിറങ്ങി. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പഴനിയിലേക്ക് വരാൻ പറ്റിയ നല്ല ട്രെയിനുകളിൽ ഒന്നാണിത്. സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള ഒരു വഴി ഇതിലൂടെയാണ്. പഴനി റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗമൊക്കെ നല്ല അടിപൊളിയായി. പിന്നെ ഇവിടെ തന്നെ ഫുഡ് ട്രാക്കൊക്കെ ഉണ്ട്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിൻ കേരളത്തിൽ നിന്ന് പഴനിയിൽ വന്നിട്ട് ഇവിടുത്തെ ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇന്ന് തന്നെ രാത്രി ഇതേ ട്രെയിനിൽ തന്നെ തിരിച്ചു പോവാം. പഴനിയിലേക്ക് വരാനും പോകാനും പറ്റിയൊരു ട്രെയിൻ തന്നെയാണിത്. ഈ സ്റ്റേഷനിൽ നോക്കിയാൽ തന്നെ പഴനി ക്ഷേത്രത്തിൻ്റെ കാഴ്ചയൊക്കെ കാണാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇരുട്ടല്ലേ. 5:37 ട്രെയിൻ ഇപ്പോൾ ഒഡച്ചത്രം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തി. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിന്.
സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇതാ ഇറങ്ങാനൊക്കെ ഉണ്ട്. ഒരു ചെറിയ സ്റ്റേഷനാണ് ഓട്ടോചത്രം. നമ്മുടെ കോച്ചിൽ തന്നെ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ കുറച്ച് ഫാമിലീസ് കയറിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പഴനിക്കാണ്. ഈ പഴനിയിലേക്ക് പോകുന്ന കാര്യം പറയുകയാണെങ്കിൽ ഈ വണ്ടി ശനിയാഴ്ചയാണെന്നല്ല നമ്മുടെ നാട്ടിൽ നിന്ന് വിടുന്നത്. ഞായറാഴ്ച ഒരു ലീവില് ദിവസം തന്നെയാണ്. പഴനിക്ക് പോയി വരാൻ പറ്റിയ ഒരു നല്ല വണ്ടി എന്ന് പറയാൻ കാരണം രാവിലെ നല്ല സമയത്ത്, അതായത് ഉറങ്ങി എണീക്കുന്ന ഒരു 5 മണി ആ സമയത്ത് തന്നെ പഴനിക്ക് എത്തുകയും ചെയ്യും. നേരെ പുറത്ത് പോയി നമുക്ക് റൂമും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ നമ്മുടെ മെയിൻ അമ്പലങ്ങളിലേക്കും ഭാഗങ്ങളിലേക്കൊക്കെ പോവാം. തിരിച്ച് നമുക്ക് വീണ്ടും നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ നല്ല ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു വണ്ടി. കാരണം എന്ന് വെച്ചാൽ ഇത് ഇന്നേ ദിവസം തന്നെ രാമേശ്വരം പോയിട്ട് തിരിച്ച് വരുന്നുണ്ടല്ലോ. ഏകദേശം ഒരു 8 മണിയാകുമ്പോൾ രാത്രിക്കാണ് തിരിച്ച് ഈ വണ്ടി പഴനിക്ക് എത്തുന്നത്. അതേ വണ്ടിക്ക് തിരിച്ചും പോവാം. അക്കരയിപ്പട്ടി എന്നൊരു സ്റ്റേഷനിൽ ഇതാ ട്രെയിൻ ഇപ്പോൾ എത്തിയേ. ഇവിടെ നിർത്താൻ കാരണം ക്രോസിംഗ് ആണ്. MGR ചെന്നൈ സെൻട്രലിൽ നിന്ന് പാലക്കാടേക്കുള്ള സൂപ്പർ ഫാസ്റ്റ് ഇപ്പം ഇതുവഴി വരും. അപ്പോൾ അതിപ്പോൾ ഓൾറെഡി ഡിണ്ടിഗൽ കഴിഞ്ഞു. സ്റ്റേഷൻ്റെ ഇവിടെ മറ്റൊരു പ്ലാറ്റ്ഫോമും കൂടി ഉണ്ട്. ഇവിടെ ഒരു ട്രെയിൻ കിടക്കുന്നത് കാണാം. ഇത് തിരുനെൽവേലി മംഗളൂരു എക്സ്പ്രസിൻ്റെ ഇനാഗുറൽ സ്പെഷ്യലായി വന്ന റേക്കാണ്. ഇതെങ്ങനെ ഇവിടെ കിടക്കുന്നത്? ഈ കേരളത്തിൽ നിന്ന്, അതായത് നമ്മുടെ വടക്കൻ കേരളത്തിൽ നിന്ന് പഴനി മധുരൈ ഭാഗത്തേക്ക് വരാൻ പറ്റിയ മറ്റൊരു ട്രെയിൻ കൂടിയാണിത്. ഇതും വീക്ക്ലിയാണ്. അപ്പോൾ ആ ട്രെയിൻ ഇതാ ഇവിടെയുണ്ട്. MGR ചെന്നൈ സെൻട്രൽ പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് ഇതാ വരികയാണ്. ട്രെയിൻ ഇപ്പോൾ ഡിണ്ടിഗൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. അതിന് മുന്നേ തന്നെയുള്ള വലിയൊരു വളവാണ്. പാലക്കാട് നിന്ന് ലോക്കോ റിവേഴ്സിലുണ്ടായിരുന്നല്ലോ. മംഗളൂരിൽ നിന്ന് വിടുമ്പം AC ഒക്കെ പുറകിലായിരുന്നു, ഇപ്പം മുന്നിലായി. സ്റ്റേഷനിലെത്തി. 6:40 ഡിണ്ടിഗൽ ജംഗ്ഷൻ. ട്രെയിൻ ഇപ്പോൾ കുറച്ച് ഡിലേ ആണ്, കാരണം ഔട്ടറിൽ വന്ന് ഒരുപാട് നേരം നിർത്തി. ജനശതാബ്ദി എക്സ്പ്രസിൻ്റെ ഒരു കോച്ച്. ഡിണ്ടിഗൽ ജംഗ്ഷനിൽ ഈ ട്രെയിൻ ആകെ 5 മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ കാപ്പി ചായയൊക്കെ ഉണ്ട്. എനിക്കൊരു പാല് വാങ്ങിച്ചോട്ടാ. നമ്മുടെ കോച്ചിലൊക്കെ ആൾക്കാർ തീരെ കുറവാണ്. പൊതുവെ ഇപ്പം ഇതിലത്തെ സ്ലീപ്പർ ക്ലാസ്സിലായാലും AC-യിലായാലും ഒരുപാട് ബെർത്തുകൾ വേക്കൻ്റ് ഉണ്ട്. ഇതിപ്പോൾ ട്രെയിൻ ഓടി തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് ആഴ്ചകൾ എടുക്കും ട്രെയിനൊന്ന് ഫുള്ളായി വരാൻ. ട്രെയിൻ ഇപ്പോൾ കൊടൈക്കനാൽ റോഡ് സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ്. ഇത് മിക്കവാറും ഇവിടെ നിർത്താനുള്ള ഒരു സാധ്യത കാണുന്നു. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല ഈ ട്രെയിന്. ഇവിടുന്ന് കൊടൈക്കനാലിലേക്ക് 80 കിലോമീറ്ററാണ് ദൂരം. മധുരയിലെത്തി. വൈഗൈ നദിയാണിത്. നദിയിൽ നിന്നിപ്പോൾ വെള്ളമേ ഇല്ല. ഇന്ന് നല്ല കാലാവസ്ഥയാണ്. ഇനിയിപ്പോൾ സ്റ്റേഷനിലേക്ക് 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഇവിടെ ഈ സമയത്ത് നല്ല തണുപ്പാണ്. ഒരു 11 മണിക്ക് ആയാൽ പിന്നെ നല്ല ചൂടായി. പിന്നെ ആ സമയത്തൊന്നും പുറത്തേ ഇറങ്ങാൻ പറ്റില്ല. 7:50 ട്രെയിൻ ഇതാ മധുരൈ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി വരാനുണ്ട്. തിരുനെൽവേലി ചെന്നൈ എഗ്മോർ വന്ദേ ഭാരത്. ഇവിടുന്ന് കയറാനൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. വന്ദേ ഭാരത് ഇതാ വരികയാണ്. ചെന്നൈ വന്ദേ ഭാരത്. ഈ മധുരയിൽ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണമാണിപ്പോൾ. ഇവിടെ ഈ ട്രെയിന് 5 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഞങ്ങളൊക്കെ കൂടുതലും മധുരൈ വന്നു കഴിഞ്ഞാൽ
ക്ഷേത്രത്തിന്റെ വെസ്റ്റ് ടവർ ഭാഗത്താണ് പോകാറുള്ളത്. കാരണം ആ ഭാഗത്താണ് ഒരുപാട് ലോഡ്ജുകളൊക്കെ ഉള്ളത്. നമുക്കൊരു 600, 700, 800 രൂപക്കൊക്കെ നല്ല ലോഡ്ജുകളൊക്കെ അവിടെ കിട്ടും. ഇനിയിപ്പോൾ ഇവിടുന്ന് 9:45 കറക്റ്റ് 9:45 ആകുമ്പം തിരുവനന്തപുരത്ത് നിന്ന് രാമേശ്വരത്തേക്കുള്ള അമൃത എക്സ്പ്രസ് വരും. അതായത് തെക്കൻ കേരളത്തിൽ നിന്നും ഡയറക്റ്റ് രാമേശ്വരത്തേക്ക് ട്രെയിനായി. ഇതാ ഇപ്പോൾ വടക്കൻ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിനായി. റെയിൽവേ സ്റ്റേഷൻ തന്നെ ഞങ്ങൾ 2 പാക്കറ്റ് ഇഡ്ഡലി വാങ്ങിച്ചേ. ഒരു സെറ്റിന് 40 രൂപയാണ്. ഇവിടെ ഇഡ്ഡലി ഉണ്ട്, പൊങ്കലുണ്ട്, ദോശയുണ്ട്, പൂരിയുണ്ട്. 8 മണിയായി. മധുരൈ ജംഗ്ഷൻ ഇതാ ട്രെയിൻ എടുത്തു. ഇവിടെ സ്റ്റേഷനിൽ തന്നെ ഇതുപോലുള്ള ബഗ്ഗികളൊക്കെ കിട്ടും. പിന്നെ ഇപ്പോൾ ഈ ഭാഗമൊക്കെ എന്തായാലും പൊളിക്കും. ഒരു കിടിലൻ റെയിൽവേ സ്റ്റേഷനായി മാറുകയാണ് മധുരൈ. സ്റ്റേഷന്റെ കോഡ് MDU എന്നാണ്. സ്റ്റേഷന്റെ ആ ഒരു പുതിയ കെട്ടിടങ്ങളൊക്കെ ഇതാ ഇവിടെ കാണാം. മധുരയിൽ നിന്ന് വാങ്ങിച്ച ഇഡ്ഡലി എന്നാൽ കഴിക്കാം. ഇത് സാമ്പാറാണ്. പിന്നെ ഇവിടെ ഇതാ ചട്നിയുണ്ട്. 4 പീസ് ഇഡ്ഡലിയാണുള്ളത്. ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിർത്തിയേ. ഇവിടെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പ്ലാറ്റ്ഫോമും ട്രെയിനിൻ്റെ ആ ഒരു സ്റ്റെപ്പും തമ്മിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നിർത്താൻ കാരണം ഒരു വണ്ടി വരാനുണ്ട്. രാമേശ്വരത്ത് നിന്ന് മധുരയിലേക്കുള്ള പാസഞ്ചർ. രാമേശ്വരം മധുരൈ പാസഞ്ചറിന് ഡീസലാണ്. ട്വിനിലൊക്കെയാണല്ലോ. ഇത് വന്നല്ലോ, നമ്മുടെ വണ്ടി ഇപ്പോൾ എടുക്കും. രാമേശ്വരം ഭാഗത്തേക്ക് ഒരു മഴക്കാറ് കാണുന്നുണ്ടല്ലോ. മഴ വരുമോ? ഈ ഡീസൽ ലോക്കോമോട്ടീവിൻ്റെ ഈ ഒരു ശബ്ദം നല്ല രസമാണ്. ഇതിപ്പോൾ ഇവിടുന്ന് എടുക്കും. ആ ഒരു ഹോണടിയും അതെടുക്കുമ്പോഴുള്ള ആ ഒരു ശബ്ദം കൂടെ കേൾക്കാം. WDM 3A ആണെങ്കിൽ ആ ഒരു ശബ്ദം, ആ ഒരു പുക പോകുന്ന ഒരിതില്ലേ, നല്ല രസമാണ്. എട്ട് 53 ട്രെയിൻ ഇതാ മാനാമധുരൈ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണിത്. കാരക്കുടി ഭാഗത്തേക്കുള്ള ലൈൻ ഇവിടെ നിന്നാണ് പോകുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഒന്ന് വന്നല്ലോ മധുരൈ. ഇനിയിപ്പോൾ നേരെ പോകുന്ന രാമനാഥപുരം, രാമേശ്വരം. ഇവിടെ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് വരുന്നത്. മനു പറഞ്ഞ പോലെ തന്നെ മധുരയിൽ നിന്ന് വരുന്ന റൂട്ടും ഇനി പോകുന്ന രാമേശ്വരം റൂട്ടും കാരക്കുടി റൂട്ടിന് പുറമെ തന്നെ ഇവിടുന്ന് വിരുദുനഗറിലേക്ക് ഒരു റൂട്ട് പോകുന്നുണ്ട്. 9:20 ട്രെയിൻ ഇതാ പരമക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ നിന്ന് കയറാൻ അധികം ആൾക്കാരൊന്നുമില്ല. മംഗളൂരു രാമേശ്വരം എക്സ്പ്രസിനെ പറ്റി പറയുകയാണെങ്കിൽ പലർക്കും ഇപ്പോഴും ഈ ട്രെയിൻ ഓടിത്തുടങ്ങിയോ എന്ന് പോലും അറിയില്ല. കാരണം ഇന്നലെ തന്നെ ഈ ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ്സിൽ 180ഓളം കറണ്ട് അവൈലബിൾ ബെർത്തുകൾ ഉണ്ടായിരുന്നേ. തേർഡ് AC ഏകദേശം 4 കോച്ചുകളും വേക്കൻ്റ് ആണെന്ന് പറയാം. കറണ്ടിൽ കുറച്ച് ടിക്കറ്റുകൾ പോയേക്കാം. ഇനിയിപ്പം തിരിച്ച്, അതായത് രാമേശ്വരത്ത് നിന്ന് മംഗളൂരുവിലേക്കാണെങ്കിലും 200ഓളം സ്ലീപ്പർ ടിക്കറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കറണ്ടിൽ. തേർഡ് AC ഏകദേശം 250 മുകളിൽ ബെർത്തുകൾ അവൈലബിൾ ഉണ്ട്. എന്തായാലും കുറച്ച് ആഴ്ചകൾ കഴിയും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രെയിൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു റഷായി വരാൻ. 9:45 ട്രെയിൻ ഇതാ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് ഈ ട്രെയിൻ സ്റ്റോപ്പ്. രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്.
രാമനാഥപുരത്ത് 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. ഇവിടുന്ന് 29 കിലോമീറ്റർ ആണ് ഏർവാടിയിലേക്കുള്ളത്. നമ്മുടെ മലബാർ ഭാഗത്ത് നിന്ന് ഏക വണ്ടിയാണ് കേട്ടോ രാമനാഥപുരത്തേക്കുള്ള ഈ ഒരു ട്രെയിൻ. അതുപോലെ തന്നെ തെക്കൻ കേരളത്തിൽ നിന്ന് അമൃത കൂടി ഉണ്ട്. അപ്പം നമ്മൾ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ തൊട്ട് മുന്നിൽ തന്നെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. നമുക്ക് ഏർവാടിയിലേക്കൊക്കെ ഇഷ്ടംപോലെ ബസ്സുകൾ കിട്ടും. എനിക്ക് തോന്നുന്നു ഒരു 40 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് രാമനാഥപുരത്ത് നിന്ന് ഏർവാടി എത്താൻ വേണ്ടി പറ്റും. ഇനിയാണ് ഈ റൂട്ടിൽ കാണേണ്ട ഒരു വലിയൊരു കാഴ്ചയുള്ളത്. അതായത് നമ്മൾ ഇനിയിപ്പോ കടൽ കടന്നാണ് നേരെ രാമേശ്വരത്തേക്ക് പോകുന്നത്, അതും പാമ്പം പാലം വഴി. മണ്ഡപം റെയിൽവേ സ്റ്റേഷൻ എത്താനായി. ഇത് കൊച്ചി ധനുഷ്കോടി ഹൈവേ ആണ്. റെയിൽ ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ് റോഡും. NH 87 മണ്ഡപം ക്യാമ്പ് റെയിൽവേ സ്റ്റേഷൻ. മണ്ഡപം റെയിൽവേ സ്റ്റേഷനാണിത്. രാമേശ്വരം ഭുവനേശ്വർ എക്സ്പ്രസ് ആണ്. ഇത് സിംഗിൾ ലൈനാണ്. അങ്ങനെ ആദ്യമായി ഇതാ മംഗളൂരു സെൻട്രൽ രാമേശ്വരം എക്സ്പ്രസ് പാമ്പൻ പാലത്തിലൂടെ ഇതാ കടന്നു പോവുകയാണ്. പാലം ഇവിടെ മുതലാണ് ആരംഭിക്കുന്നത്. ഇതാണ് പഴയ പാലം. അന്ന് അതിലൂടെയാണ് റോഡ്. ട്രെയിൻ പോകുന്ന നല്ലൊരു കാഴ്ച പാലത്തിന്റെ അവിടെ പോയാൽ നമുക്ക് കാണാനായി സാധിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണിത്. ഏറ്റവും പഴയ പാലമില്ലേ, അത് ഇവിടെ. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന പുതിയ പാലം 2025 ഓപ്പൺ ആയത്. ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുക ഇവിടെ നിന്നാണ്. ഇതാണ് ആ ഒരു വെർട്ടിക്കൽ ലിഫ്റ്റ് ഭാഗം. കപ്പലുകളൊക്കെ പോവുകയാണെങ്കിൽ ഇത് നേരെ മുകളിലോട്ട് പോകും. കർണാടകയിലെ മംഗളൂരുവിൽ നിന്നും 753 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ പിത തമിഴ്നാട്ടിലെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 10:31 ഇവിടേക്കാണപ്പോൾ ട്രെയിൻ വരുന്നത്. രാമേശ്വരം. മംഗളൂരു രാമേശ്വരം എക്സ്പ്രസിനെ പറ്റി പറയുവാണെങ്കിൽ ഇത് സദേൺ റെയിൽവേയിൽ പാലക്കാട് ഡിവിഷന്റെ വണ്ടിയാണ്. ഇത് ഇന്ന് വൈകുന്നേരം 3:30 തന്നെ തിരിച്ച് മംഗളൂരുവിലേക്ക് പോകുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് ഇതേ വണ്ടിക്ക് തന്നെയാണ് തിരിച്ച് പോകുന്നതും.
വന്ന അതേ സെയിം കോച്ചില് സെയിം ബെർത്തില്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതൊക്കെ അങ്ങനെ കിട്ടിയതല്ലേ? എന്താന്നറിയില്ല, ആദ്യമായിട്ടാണ് അങ്ങനെ കിട്ടുന്നത്. അത് സെയിം ബെർത്ത്, സെയിം ബെർത്ത് കൂടെ. അതാണ് മെയിൻ ഒരു കാര്യം. ഇനി എല്ലാരും ഇറങ്ങിപ്പോയി, ഞങ്ങൾ ഏറ്റവും അവസാനമാണ് ഇറങ്ങിപ്പോകുന്നത്. ഇപ്പൊ ഇവിടുന്ന് ഒരു ഡോറൊക്കെ ക്ലോസ് ചെയ്ത് ഇപ്പോൾ ക്ലീനിങ് ചെയ്യാണ്. അതിന്റെ പരിപാടിയൊക്കെ അവിടെ നടക്കട്ടെ. ഇന്ത്യൻ റെയിൽവേ ഇവിടെയാണ് അവസാനിക്കുന്നത്. രാമേശ്വരം എന്നുള്ള ഒരു ബോർഡൊക്കെ അവിടെ കാണാം. പിന്നെ ഇവിടെ നല്ല വലിയൊരു മരം ഉണ്ടായിരുന്നു, അതിതാ ഇവിടുന്ന് മുറിച്ച് മാറ്റുകയാണ്. നല്ല തണലായിരുന്നു ഇവിടെ. പിന്നെ സ്റ്റേഷനിൽ പെയ്ഡ് AC വെയിറ്റിംഗ് ഹാളൊക്കെ ഉണ്ട്. അതതാ അവിടെയാണ്. 1 മണിക്കൂർ നേരത്തേക്ക് 20 രൂപയാണ്. പിന്നെ നോർമൽ വെയിറ്റിംഗ് ഹാളും ഉണ്ട്, ജനറൽ വെയിറ്റിംഗ് ഹാളുണ്ട്. അതങ്ങ് അവിടെയാണ്. നേരെ ഇതിലൂടെയാണ് പുറത്തിറങ്ങുക. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയേ. ഇവിടെ ഇപ്പോൾ നിലവിൽ നവീകരണമാണ്. ആ സ്റ്റേഷൻ്റെ ഒരു പുതിയ ഭാഗങ്ങളൊക്കെ ഇതാ ഇവിടെയാണ്. രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃകയിലാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മുൻഭാഗമൊക്കെ. പിന്നെ ഇവിടെയൊക്കെ ഓരോ തൂണുകളൊക്കെ കണ്ട, അതിനൊക്കെ ഓരോരോ ഡിസൈനുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഭാഗം മുഴുവനായി കാണാം. പിന്നെ ഇവിടെയാണ് റെയിൽവേയുടെ നിലവിലത്തെ റിട്ടയറിംഗ് റൂംസൊക്കെ. ഈ ട്രെയിനിൽ ഒരുപാട് മലയാളികൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതേ ട്രെയിനിൽ തന്നെ ഇന്ന് തന്നെ തിരിച്ച് എല്ലാവർക്കും പോവുക എളുപ്പമല്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ടല്ലോ. ക്ഷേത്രത്തിലേക്ക് 1.5 കിലോമീറ്റർ പോകാനുണ്ട്. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. കൂടാതെ തന്നെ ധനുഷ്കോടി, നമ്മുടെ അവസാന ഒരു ഭാഗമില്ല, അരിച്ചൽമുനെ, 24 കിലോമീറ്റർ പോകാനുണ്ട്. അതൊക്കെ ഈ ഒരു സമയം, അതായത് മാക്സിമം നമ്മുടെ കയ്യിൽ 5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ആ ഒരു സമയം കൊണ്ട് രാമേശ്വരം മൊത്തം എക്സ്പ്ലോർ ചെയ്യുക അത്ര എളുപ്പമല്ല. പറഞ്ഞു വന്നത്, ഞാൻ രാവിലെ പറഞ്ഞല്ലോ, പഴനിയിലത്തെ കാര്യം എളുപ്പമാണ്. കാരണം ഒരു പകൽ മൊത്തം ഉണ്ട്. രാവിലെ എത്തുവാണെങ്കിൽ തിരിച്ച് രാത്രി 8 മണിക്കാണ് റിട്ടേൺ വണ്ടി, ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടിക്ക് ഇപ്പോൾ ഇവിടെ വന്നിറങ്ങിയാൽ മിക്കവാറും നാളെ അമൃതൊക്കെ ആയിട്ട് നമുക്ക് പാലക്കാടൊക്കെ പോയിട്ട് മലബാർ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു എളുപ്പം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ വണ്ടിയുടെ ഇപ്പം വൈകുന്നേരം 3:30 വിടുന്ന വണ്ടി ഒരു രാത്രി പുറപ്പെടുന്ന നേരത്തിലാക്കാം. അതാകുമ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. അന്നേരം ഒരുപാട് സമയമുണ്ട്. അല്ലെങ്കിൽ ഒരു റേക്ക് കൂടി ഉണ്ടെങ്കിൽ എന്താ പറയുക, ഡെയിലി സർവീസ് ആയിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടാൻ. റെയിൽവേ സ്റ്റേഷൻ്റെ ഇതാ പുതിയ ഭാഗങ്ങളൊക്കെ ഈ ഭാഗത്താണ്. ഇവിടുന്ന് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഈ ഓട്ടോക്കാർ പറയുന്നത് 150-200ഒക്കെയാണ്. കുറച്ച് കൂടുതലാണ്. നല്ല റേറ്റ് തന്നെയാണ് ഇവർ ഇവിടുന്ന് വാങ്ങിക്കുന്നത്. ധനുഷ്കോടിയിലേക്ക് പോകാനാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പോയി നിന്നാൽ മതി. അവിടുന്ന് ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ബസ്സുകൾ കിട്ടും. ഞങ്ങൾ ഇത്തവണ ഇവിടെ വന്നിട്ട് രാമേശ്വരം ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്കോ ധനുഷ്കോടി ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഒന്നാമത്തെ കാരണം ഇവിടെ ശക്തമായ ചൂടാണ്. ഈ യാത്ര കഴിഞ്ഞ ഉടനെ തന്നെ വേറെ വലിയൊരു യാത്രയുണ്ട്. ചൂടത്തൊക്കെ പോയിട്ട് വല്ല പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത വലിയൊരു യാത്ര എന്തായാലും മുടങ്ങും. അതുകൊണ്ടാണ്. ഇപ്പോൾ സ്റ്റേഷനിൽ ഇവിടെ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നേരം ഞങ്ങൾ പെയ്ഡ് വെയിറ്റിംഗ് ഹാളിലേക്ക് പോകും. ഇനിയിപ്പോൾ 3:30 ഇവിടുന്ന് മംഗലാപുരം വരെയുള്ള നമ്മുടെ ഈ എക്സ്പ്രസിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു മാഗസിനോട് നിലയിക്കും. ബൈ.